എന്താണ് ഗൗളി ശാസ്ത്രം? നമ്മുടെ ശരീരത്ത് ഗൗളി വീണാലുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? ഗൗളി ശരീരത്തിൽ പതിക്കുന്നത് ഒരു സൂചനയാണ്. എന്താണ് ഗൗളി ശാസ്ത്രം? നമുക്ക് നോക്കാം. നമസ്കാരം. രുദ്രധാരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല നിറത്തിലും പല മാതൃകയിലും കണ്ടുവരുന്ന ഗൗളിയുടെ ഫലങ്ങൾ, അത് ഓരോ ചലനങ്ങൾ അവയുടെ അത് നമ്മുടെ അവയവങ്ങളിൽ വീണാലുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഗൗളിശാസ്ത്രത്തെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇന്ന് നിലവിലുണ്ട്, നമുക്കിടയിലുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ പണ്ട് നമ്മുടെ കാരണവന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ശരീരത്ത് പല്ലി വീണ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ ആണോ ഈ ഒരു ശാസ്ത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? അല്ല. ഇത് ആരാണ് ഈ ശാസ്ത്രം നിർമ്മിച്ചത്? ഇതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതെ, അറിയണം. ഗൗളി ശാസ്ത്രം എന്ന് പറയുന്നത് ഗർഗൻ, വരാഹൻ, മാണ്ഡ്യൻ, നാരദൻ തുടങ്ങിയ ഋഷിവര്യന്മാരാണ് ഗൗളിശാസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെയൊക്കെ മച്ചിൻ്റെ പുറത്ത് ഈ കളിക്കുന്ന ഗൗളി എന്ന് പറയുന്ന ഐറ്റം അല്ലെങ്കിൽ പല്ലി ഏതെങ്കിലും മൂലയിൽ നിന്ന് ചിലയ്ക്കുമ്പോൾ നമ്മൾ പറയും അത് സത്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് പല്ലി ചില സത്യമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ആ പല്ലി നമ്മുടെ തലയിലോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തോ വീണ് കഴിഞ്ഞാൽ ഭയക്കുന്ന കാരണവന്മാരെ കണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ ഗൗളി വീണ് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്നുള്ളത് തലമുറകൾ കൈമാറി ഈ ഒരു സംഭവം വന്നപ്പോൾ ഇതിനകത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നു. അപ്പോൾ എന്താണ് ഗൗളിശാസ്ത്രം? നമുക്ക് നോക്കാം. ഗൗളി വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ഈ ഗൗളിക്ക് പല കളറുണ്ട്, പല നിറത്തിലാണ് അറിയപ്പെടുന്നത്. ഒന്ന്, വെളുത്ത നിറത്തിലുള്ള പല്ലി. ഈ വെളുത്ത നിറത്തിലുള്ള പല്ലി എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസം നമ്മുടെ ശിരസിൻ്റെ ഇടത്തോ വലത്തോ വീണ് കഴിഞ്ഞാൽ, എവിടെ വീണാലും കലഹമാണ് ഫലമെന്ന് പറയുന്നത്. മധ്യത്തിലാണ് വീഴുന്നതെങ്കിൽ, നടുക്ക് ഭാഗത്താണ് വീഴുന്നതെങ്കിൽ ബന്ധുക്കളുമായിട്ട് കലഹമുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അടുത്തത് റോസാപ്പൂവിൻ്റെ കളറിലുള്ള പല്ലിയാണ്. റോസാപ്പൂവിൻ്റെ നിറത്തിലുള്ള ഗൗളി എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം നമ്മുടെ നെറ്റിയുടെ മധ്യത്ത് വീണ് കഴിഞ്ഞാൽ നിധി നിക്ഷേപം കാണുമെന്നാണ് പറയുന്നത്. നിധി നിക്ഷേപം കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെയാണ് നിധിയുള്ളത്, ഇപ്പം എന്തോന്നും നിധിയല്ലേ. നിധി പോലെ വാല്യുബിളായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റിയുടെ ആ ഞായറാഴ്ച ദിവസം തന്നെ ഇത് നെറ്റിയുടെ ഇടത് സൈഡിലാണ് വീഴുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സന്തോഷവും അംഗീകാരവും സുഖവും ഐശ്വര്യവും ഒക്കെ വരുന്നു എന്നാണ് ഞായറാഴ്ച ദിവസം ഈ പല്ലി അല്ലെങ്കിൽ ഈ റോസാപ്പൂവിൻ്റെ നിറമുള്ള പല്ലി നമ്മുടെ നെറ്റിയിൽ വീണ് കഴിഞ്ഞാലുള്ള ഫലമെന്ന് പറയുന്നത്. അടുത്തത് നീലവർണ്ണമുള്ളതാണ്. നീല നിറത്തിലുള്ള പല്ലിയുണ്ട്. നീലപ്പല്ലി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ നീല നിറത്തിലുള്ള പല്ലികൾ. അപ്പോൾ അത് വ്യാഴാഴ്ച ദിവസം നമ്മുടെ കണ്ണിന് മീതെ വീഴുകയാണെങ്കിൽ പലതരത്തിലുള്ള സുഖാനുഭവങ്ങൾ നമുക്കുണ്ടാവും. പിന്നെ സ്വർണ്ണ നിറത്തിലുള്ള പല്ലിയുണ്ട്. ഈ സ്വർണ്ണ നിറത്തിലുള്ള പല്ലിയാണ് വീഴുന്നതെങ്കിൽ, അതും ഞായറാഴ്ച വീഴുകയാണെന്നുണ്ടെങ്കിൽ ദീർഘായുസാണ് ഫലമെന്ന് പറയുന്നത്. അതുപോലെ ഇടത്ത് ചെവിയിലാണ് വീഴുന്നതെങ്കിൽ ഈ സ്വർണ്ണ നിറത്തിലുള്ളത് നമുക്ക് ധനവും സൗഭാഗ്യവും സമ്പത്തും വിചാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ സഫലമാകുമെന്നാണ് പറയുന്നത്. ഇനി ഒരാളുണ്ട്, ഇച്ചിരി പ്രശ്നമാണ് ആ പുള്ളി. അദ്ദേഹം വെളുപ്പും കറുപ്പും കൂടെ ചേർന്ന ഒരു കളറാണ്. ഈ വെളുപ്പും കറുപ്പും ചേർന്ന ആ ഒരു സംഭവം നമ്മുടെ പുരികത്തിൻ്റെ ഏത് ഭാഗത്ത് വീണാലും ധനനഷ്ടം, മാനഹാനി സംഭവിച്ചിരിക്കും. ഇതാണ് ഗൗളി ശാസ്ത്രത്തിൽ പറയുന്നത്. നോക്കൂ, ഇവിടെ പറയുന്നത് ഏറ്റവും നല്ലത് ഒന്ന്
ഏത് ദിവസമാണ്? ചൊവ്വാഴ്ച, 2 വ്യാഴാഴ്ച, 3 ഞായറാഴ്ച. ഈ 3 ദിവസങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇനി ബാക്കിയുള്ള ദിവസം വീണാൽ, അതിനകത്ത് വെള്ളയും കറുപ്പും വീണാലാണ് പ്രശ്നം വരുന്നത്, അല്ലേ? പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് ഇവരാര് വീണാലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് പറയാം. ഇത് ശരിയാണോ, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും. എങ്കിലും നമ്മുടെ ശിരസിലാണ് വീഴുന്നതെങ്കിൽ കലഹം, ഉച്ചിയിലാണെങ്കിൽ സുഖം, മുഖത്താണെങ്കിൽ ബന്ധുസമാഗമം, വലത് നെറ്റിയിലാണെങ്കിൽ സമ്പത്ത്, ഇടത് നെറ്റിയിലാണെങ്കിൽ ബന്ധുദർശനം. നെറ്റിയിൽ പൊതുവെ വീണാൽ ഐശ്വര്യം തന്നെയാണ്. പക്ഷേ തിരുനെറ്റിയിൽ എന്നുദ്ദേശിക്കുന്നത് പ്രകുടി ഈ ഭാഗം വരും. ഇവിടെയാണ് വീഴുന്നതെങ്കിൽ പുത്രന്മാർക്ക് ദോഷദുരിതങ്ങൾ എന്നുള്ളതാണ് അവിടെ. ഇനി അതുപോലെ തന്നെ നെറ്റിക്ക് താഴേക്ക് വരുന്ന സമയത്ത് വലത് കണ്ണിൽ വീഴുന്നത് വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ ഇടത് കണ്ണിലാണ് വീഴുന്നതെങ്കിൽ എല്ലാത്തിനും പൊതുവെ ഒരു നിയന്ത്രണം നമുക്കുണ്ടാകും. അല്ലെങ്കിൽ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ച് വേണം. പ്രകൃതി നമ്മളോട് നൽകുന്ന സൂചനയാണ് ഗൗളിശാസ്ത്രം, അല്ലേ? ഈശ്വരവിശ്വാസം ഉള്ളവർക്ക് പ്രകൃതി നൽകുന്ന ഒരു സൂചന. അപ്പോൾ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കും പ്രകൃതി സൂചനയൊക്കെ കൊടുക്കും, അതിനകത്ത് കാര്യമൊന്നുമില്ല. അവിടെ പറഞ്ഞ കണക്ക് എന്താ പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. അപ്പോൾ അതുപോലെ ഈ വലത് കണ്ണിൽ വീഴുന്നത് നല്ലതാണ്, ഇടത് കണ്ണിൽ വീഴുന്നത് ഒരു നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത്. മുക്കിലാണ് വീഴുന്നതെങ്കിൽ അസുഖങ്ങളാണ് പറയുന്നത്, രോഗദുരിതങ്ങളാണ് പറയുന്നത്. ചുണ്ടിൽ, മേൽചുണ്ടിൽ വീണ് കഴിഞ്ഞാൽ ധനനഷ്ടം ഉണ്ടാവുകയും താഴെ വീണ് കഴിഞ്ഞാൽ ധനനാശം ഉണ്ടാവുകയും ചെയ്യും. വായിലാണ് വീഴുന്നതെങ്കിൽ, വായും തുറന്നിടത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ വായിലാണ് വീഴുന്നതെങ്കിൽ ഭയമാണ്, ഉള്ളിലെ ഭയം. എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ ഒന്നും വീഴാറില്ല പൊതുവെ. പിന്നെ അതുപോലെ താടി, മേൽത്താടിയിൽ വീണ് കഴിഞ്ഞാൽ ശിക്ഷയാണ്. അതായത് നമ്മൾ എപ്പോഴോ ചെയ്ത ഒരു കുറ്റം, അത് നമ്മുടെ നല്ല സമയമായതുകൊണ്ട് അന്നേരം വലിയ പണിയൊന്നും വന്നില്ല, പക്ഷേ അതിൻ്റെ ശിക്ഷയ്ക്കുള്ള സമയമായി എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂടുതലും ആൾക്കാർക്ക് വീഴുന്നത് ഈ 2 ഭാഗങ്ങളിലാണ്, അല്ലേ? കൂടുതലും നമ്മൾ ശ്രദ്ധിച്ച് വരുന്നത്. അതുപോലെ നമ്മുടെ ചെവിയുടെ ഈ ഒരു സൈഡും. അപ്പം വലത് ചെവിയിലാണ് വീഴുന്നതെങ്കിൽ ദീർഘായുസാണ്, ഇടത് ചെവിയിലാണ് വീഴുന്നതെങ്കിൽ പ്രത്യേകിച്ച് നല്ല വ്യാവസായികപരമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. ചെവിയിൽ വീണ് കഴിഞ്ഞാൽ. പിന്നെ വരുന്നത് കഴുത്തിലാണ്. കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് വരുന്നത് തോളിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വലത്തെ തോള് അല്ലെങ്കിൽ ഇടത്തെ തോള്, ഏത് തോളിൽ വന്നാലും ലൈംഗിക സുഖമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പുരുഷനാണെങ്കിൽ സ്ത്രീ സുഖം, സ്ത്രീ ആണെങ്കിൽ പുരുഷ സുഖം, ഇത് രണ്ടും. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ കൈകളിലാണ്. ഈ കൈകളിൽ എന്ന് പറയുമ്പോൾ വിരലുകളല്ല, നമ്മുടെ കൈത്തണ്ട. ഈ കൈത്തണ്ടയിൽ വീഴുന്നത് മരണഭയം എന്നുള്ളതാണ്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം പോലെ വരുന്ന രോഗങ്ങളോ എന്തും ആവാം. ഇപ്പം നമ്മൾക്ക് തന്നെ അങ്ങനെ സംഭവിക്കണം എന്നുള്ളതല്ല, മറിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് മരണത്തിന് തുല്യമായ ഒരവസ്ഥ അതുണ്ടാകുമെന്ന്. അതുകൊണ്ട് കയ്യിൽ വീഴുന്നത് അത്ര നല്ലതല്ല. വിരലിലാണ് വീഴുന്നതെങ്കിൽ കൈയുടെ ഈ വിരൽ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ സമ്മാനമൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നെഞ്ചിൽ വീഴുന്നത് നല്ലതാണ് കേട്ടോ, ധനലാഭമാണ്. അതുപോലെ തന്നെ സ്ഥലങ്ങളിലാണ് വീഴുന്നതെങ്കിൽ എന്തോ ഒരു, സ്ത്രീകളാണെങ്കിൽ എന്തോ ഒരു പാപം ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതിൽ നിന്ന് മാറണം എന്ന് അതിൻ്റെ അർത്ഥം. അതുപോലെ വയറിൻ്റെ പുറത്താണ് വീഴുന്നതെങ്കിൽ വളരെ നല്ലതാണ്. നാഭിയിൽ വീഴുന്നത് ഭയങ്കര സംഭവമാണ്. നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിൾ, അവിടെ വീഴുന്നത് വളരെ നല്ലതാണ്. അരക്കെട്ടിൽ വീഴുന്നത് നല്ലതാണ്, പക്ഷേ ഇടത്തെ അരക്കെട്ടിൽ വീഴുന്നത് അത്ര നല്ലതല്ല. പിന്നെ തുടയിൽ വീഴുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ നാശം അല്ലെങ്കിൽ പിതാവിന് രോഗദുരിതം, മരണം, ഇതാണ് പറയുന്നത്. അതുപോലെ കണങ്കാലിലൊക്കെ വീഴുന്നത് നല്ലതാണ്. യാത്രയ്ക്ക് ഒരുപാട് ചെയ്യും, പക്ഷേ പാദങ്ങളിൽ ഒരു കാരണവശാലും പല്ലി വീഴാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ ദോഷം തന്നെയാണ്. രോഗങ്ങളുണ്ടാകുക, ദുഃഖങ്ങളുണ്ടാകുക, അതൊക്കെയാണ്. പിന്നെ ശരീരത്തിലൂടെ പൂർണ്ണമായിട്ടും സഞ്ചരിച്ചാൽ ദീർഘായുസ് ഫലം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പൊതുവേ എന്തിൽ പറയുന്നത്, ഗൗളി ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് ദിവസങ്ങളിൽ വീണാലാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു, ചൊവ്വ, വ്യാഴം,
അതുപോലെ ഞായർ, ഈ 3 ദിവസം വീണാൽ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് വീഴുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. അതായത് ഈ പല്ലുകളുടെ നിറത്തിനനുസരിച്ച് സാധ്യതയാണ്, അല്ലേ? ഒരു വിശ്വാസമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശിരസ്, നെറ്റി, നേത്രം, ചെവി, പുരികം തുടങ്ങിയ പ്രദേശങ്ങളിൽ വീഴുന്നതിനാണ്, അതിൽ നിന്നുമാണ് ഫലങ്ങൾ നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും, അല്ലേ? അപ്പോൾ ഈ നമ്മുടെ മുഖത്തിൻ്റെ ഏത് ഭാഗത്ത് വീണാലും ഏറെക്കുറെ നല്ലതാണ്. സുഖാനുഭവങ്ങൾ തന്നെയാണ് വന്ന് വീഴുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് വീഴുന്നത് ഏറെക്കുറെ. പക്ഷേ ഈ കഴുത്തിന് താഴേക്ക് വരുമ്പോഴാണ് ഇച്ചിരി കുഴപ്പമുള്ളത്. അതിൽ നാഭിയിലും നെഞ്ചത്തും വയറ്റത്തും വീണ് കഴിഞ്ഞാൽ നല്ലതാണ്. അത്രയേ ഉള്ളൂ ഈ പറയുന്ന ഗൗളിശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒരു വിശ്വാസമാണ്. ഗൗളിശാസ്ത്രം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിലെ പൂജാമുറിയില്ലേ, പൂജാമുറിയിൽ മഴക്കാലമാകുമ്പോഴാണ് കൂടുതലും കണ്ടുവരുന്നത്, ചെറിയ ചെറിയ തവളകൾ വന്ന് കയറാറുണ്ട്, അല്ലേ? അതായത് പ്രത്യേകിച്ച് സിറ്റൗട്ടിനോട് അടുത്ത് നിൽക്കുന്ന വീടുകൾ, ഈ സിറ്റൗട്ടിനോട് അടുത്ത് നിൽക്കുന്ന പൂജാമുറിയുള്ള വീടുകളിൽ ഈ പറയുന്ന കുഞ്ഞൻ തവളകളും ചിലപ്പോൾ വലിയ തവളകളൊക്കെ കയറി വരാറുണ്ട് സന്ധ്യ സമയത്തൊക്കെ. അപ്പോൾ ഇത് നല്ലതാണോ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. പൊതുവേ തവള വീട്ടിൽ കയറി വരുന്നത് നല്ലത് തന്നെയാണ്. നമ്മുടെ കാലിലേക്കൊക്കെ വന്ന് കയറുവാണെങ്കിൽ വളരെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഈ പൂജാമുറിയിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വീടുമായിട്ട് അയൽപക്കം എന്ന് പറയുന്നത്, അയൽപക്കത്തെ വീടുകളുമായിട്ട് നമ്മളുടെ ഒരു ബന്ധം ഇല്ലാതാകും. എന്ന് വെച്ചാൽ എന്നും കേസ്, വഴക്ക്, അടി, ബഹളം, മനസമാധാനം കുറയും. അതാണ് ഈ പറയുന്ന പൂജാമുറിയിൽ വന്ന് കയറിയാലുള്ള ഒരു കുഴപ്പമായിട്ടല്ല. വീട്ടിൽ ഇത് പൊതുവേ കയറുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് പൂജാമുറിയിലാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ ഇത് ചത്ത് കിടക്കുന്നത് കാണുന്നത് ഭയങ്കര ദോഷം തന്നെയാണ്. ഈ പൂജാമുറിയിലൊക്കെ പ്രത്യേകിച്ച് ചില വീടുകളിൽ അങ്ങനെ സ്ഥിരം വരാറുണ്ട്. അപ്പം അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുക, വൃത്തിയാക്കി ഇടുക. ഇതൊന്നും കയറി വരാതൊക്കെ, ഏത് ജന്തുക്കളാണെങ്കിലും കയറി വരാതെ വൃത്തിയാക്കി ഇടുക. അപ്പം ഇത് കാണിക്കുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെ സംഭവിക്കുമെന്നല്ല, സൂചനയാണ്. പ്രകൃതി നമുക്ക് നൽകുന്ന സൂചന, ഇതൊക്കെ ഒരു സൂചനയാണ്. ഭഗവാനോടുള്ള ആർഡൻ്റായ ആ ഒരു ഭക്തി ഉള്ളത് കൊണ്ട് പ്രകൃതി നമുക്ക് കാട്ടിത്തരുന്ന ഒരു സൂചനയാണ് ഇത് ഓരോന്നും. അപ്പോൾ അങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. എല്ലാവർക്കും രുദ്രധാരയിലൂടെ ഭഗവാന്റെ ശ്രീരുദ്രൻ്റെ അനുഗ്രഹം ധാരധാരയായി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം.